ഹലോ ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദ വീഡിയോ ട്യൂട്ടോറിയൽ. സോ നമ്മുടെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഹാർഡ്നെസ്സിൽ പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. നമ്മൾ ഓൾറെഡി ഇതൊരു പാർട്ട് എ സെക്ഷന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു വേരിയേഷൻ കൂടെയുണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും ഈ പ്രോബ്ലം കൊടുത്തിട്ടുമില്ല, അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. ആൻഡ് കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഓഫ് ഫോളോയിങ് സബ്സ്റ്റൻസസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻ്റെ കണ്ടുപിടിക്കാനാണ് നോർമലി ചോദിക്കുന്നത്. ആൻഡ് ഇവിടെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്യും. സിമ്പിളാണ്. ഇത് ചെറിയൊരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. ആൻഡ് MgSO4 ഉണ്ട്, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്, അലൂമിനിയത്തിൻ്റെ കുറേ എക്സാംസ് ഇടാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് റെയർ ആണ്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും അലൂമിനിയത്തിൻ്റെ എക്സാംസ് കാണാറില്ല, പക്ഷേ ഇതൊരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ഇക്വേഷനാണ്. നമുക്ക് ഒരു 3 മാർക്സിനൊക്കെ ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. കാണിച്ചു തരാം. 0.08 നോർമൽ MgSO4 സൊല്യൂഷൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ബിക്കോസ് Mg2+, അതായത് ഇതിലുള്ള മെറ്റൽ അയോണിൻ്റെ ചാർജ് എടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കാൽഷ്യം കാർബണേറ്റുമായിട്ട് ഇക്വലൻ്റ് ആണ്. 2+2 തന്നെയാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഹാർഡ്നെസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഈക്വലൻ്റ് വെയിറ്റ് ഓഫ് CaCO3 ഇൻറ്റു 1000. അത് ലാസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനൊരു പ്രോബ്ലം തന്നാൽ നമ്മളെപ്പോഴും മാർക്സ് അനുസരിച്ചിട്ട് എഴുതണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഒരു സ്റ്റെപ്പിലും ഇത് ചെയ്യാം, എന്നാലും സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അത് മാർക്ക് ഇടാനും കുറച്ചുകൂടി നല്ലതാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനിൽ തരുന്നത് നോർമാലിറ്റി ആണോ മൊളാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോർമാലിറ്റി ആണ്. നോർമാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ. എന്താണ് ഇക്വേഷൻ? ഈ തന്ന നോർമാലിറ്റീനെ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് CaCO3 ആയിട്ട് ഇൻറ്റു ചെയ്യുക, ദെൻ ആരുമായിട്ട് ഇൻറ്റു ചെയ്യുക, 1000 ഇൻറ്റു ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിന് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് വെയിറ്റ് 0.08 × 50 4 ഗ്രാം പെർ ലിറ്റർ കിട്ടി. എന്ന് നമുക്കറിയാം, നമ്മൾ ഹാർഡ്നെസ് പറയുന്നത് മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് അല്ലേ. 1 ലിറ്റർ സൊല്യൂഷൻ്റെ ഹാർഡ് വാട്ടർ എടുത്തിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടി വരും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 4000 മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ 4000 ppm. ഏത് യൂണിറ്റ് എഴുതിയാലും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ നോർമാലിറ്റീൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഒരൊറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഒറ്റയടിക്ക് ഓർത്ത് വെക്കുകയാണെങ്കിൽ ഹാർഡ്നെസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു എന്താലോചിച്ച് വെച്ചാൽ മതി, 50 × 1000 എന്നുള്ള വാല്യൂ ആലോചിച്ച് വെക്കാം. 50,000 എന്ന് വേണമെങ്കിൽ ആലോചിച്ച് വെക്കാം. നമുക്ക് അങ്ങനെ ആലോചിച്ച് വെക്കാം. നോർമാലിറ്റി ഇൻറ്റു 50,000 എന്ന് ആലോചിച്ച് വെക്കാൻ വേണമെങ്കിൽ 50 എന്ന് പറഞ്ഞ ഇക്വലൻ്റ് വെയിറ്റ്, 1000 നമ്മളിവിടെ ഉപയോഗിക്കുന്ന ലിറ്ററിൻ്റെ മെഷർമെൻറ്റ്. അത് ക്ലിയർ ആയല്ലോ. അത് നോർമാലിറ്റീൻ്റെ കാര്യമാണ്. സപ്പോസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് മൊളാരിറ്റി ആണെന്ന് വിചാരിക്കുക. മൊളാരിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ 0.05 മോളാർ CaCl2 സൊല്യൂഷൻ്റെ ഹാർഡ്നെസ് ആണ് ചോദിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, കാൽഷ്യം ക്ലോറൈഡ് CaCl2ൽ Ca2+ ചാർജ് സെയിം അല്ലേ CaCO3 ആയിട്ട്. അപ്പോൾ വലിയ വേരിയേഷൻസ് ഒന്നും അവിടെ വരില്ല. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് മൊളാരിറ്റീൻ്റെ ടേംസിലാണ് ഉള്ളത്. നമുക്ക് ഹാർഡ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നോർമാലിറ്റിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യണം. അതാണ് ഈസി ഇക്വേഷൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്നതിനെ നോർമാലിറ്റി ആദ്യം കണ്ടുപിടിക്കുക. നോർമാലിറ്റി ഓഫ് കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഈക്വൽ ടു, ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ, മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. എന്താണ് മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ? മൊളാരിറ്റി തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം CaCl2 എന്നുള്ളതിൽ Ca2+ഉം 2Cl- ആണ്. സോ Ca2+2 ആണ് പോസിറ്റീവ് അയോണിൻ്റെ ചാർജ്. അപ്പോൾ അത് ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് 0.1 നോർമൽ കിട്ടി. നോർമാലിറ്റി ആവുന്നുള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ഇവിടെ എക്സ്ട്രാ വരുന്നുള്ള ഡിഫറൻസ് ചെയ്യുള്ളൂ. എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മൾ ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഹാർഡ്നെസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് CaCO3 ഇൻറ്റു 1000. അപ്പം 0.1 × 50 × 1000 ചെയ്താൽ ഫൈനലി നിങ്ങൾക്ക് 5000 ആൻസർ കിട്ടും. 5000 മില്ലിഗ്രാം പെർ ലിറ്റർ ഓർ ppm. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം 2 മോഡൽ ചെയ്യുന്നത്. ഒന്ന് നോർമാലിറ്റിയിൽ തരുന്നു, ഒന്ന് മൊളാരിറ്റിയിൽ തരുന്നു. വേറൊരു ടൈപ്പാണ്. അതായത് 0.02 മോളാർ തന്നെയാണ് തന്നിട്ടുള്ളത്. ബട്ട് Al2SO4 സൊല്യൂഷൻ, അതായത് അലൂമിനിയത്തിൻ്റെ ഒരു സൊല്യൂഷനാണ്.
എന്താണ് അലൂമിനിയത്തിൻ്റെ ഒരു പ്രശ്നം? അലൂമിനിയത്തിൻ്റെ ചാർജും നമ്മുടെ കാൽഷ്യം കാർബണേറ്റിൻ്റെ ചാർജും ഈക്വലൻ്റ് അല്ല അല്ലേ? അലൂമിനിയത്തിൻ്റെ ചാർജ് വരിക ഏകദേശം എത്രയായിരിക്കും? എപ്പോഴും 3+ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ കാൽഷ്യത്തിൻ്റെ ചാർജുമായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് ചാർജ് വരുന്ന കേസിൽ നമുക്ക് ഇക്വേഷനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് ഈക്വലൻസ് ആയിട്ടാണ് അല്ലേ? എത്ര രണ്ടും, അതായത് ഒരു ഹാർഡ് വാട്ടർ ആണെങ്കിലും ഒരു EDT ആണെങ്കിലും എന്താണെങ്കിലും റിയാക്ട് ചെയ്യുന്നത് ഈക്വലൻ്റ് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ലൈക്ക് അലൂമിനിയം പോലത്തെ +2 അല്ലാത്ത ചാർജുകൾ വരുന്നതാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം മൊളാരിറ്റിയിലാണ് തന്നത്. നമ്മുടെ പ്രൊസീജിയർ എന്തായിരുന്നു? നോർമാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുക മൊളാരിറ്റിയിൽ തന്നിട്ടുണ്ടെങ്കിൽ. സോ നോർമാലിറ്റി ഓഫ് Al2SO4 thrice ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. തന്നിരിക്കുന്ന മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ ഇൻറ്റു എന്ത് ചെയ്യുക? നമ്പർ ഓഫ് മെറ്റൽ അയോൺ കൂടെ ഇവിടെ ചെയ്യാം. നമ്പർ ഓഫ് മെറ്റൽ അയോൺ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഫാക്ടർ പുതിയതാണ്. ഇത് എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ ഇവിടെ Al2 ആണ് ചോദിച്ചിട്ടുള്ളത്. അലൂമിനിയത്തിൻ്റെ 2 മെറ്റൽസ് ഇവിടെ ഉണ്ട്, അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അതും ഹാർഡ്നെസ് ഉണ്ടാക്കുന്നില്ലേ? ഒരു മെറ്റലല്ല, ഇവിടെ 2 പേര് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൊലാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ ഇൻറ്റു നമ്പർ ഓഫ് മെറ്റൽ അയോൺ. അപ്പോൾ നമ്മളത് ചെയ്തോളൂ. 0.02 തന്നിട്ടുണ്ട്, 3 ചാർജ് ആണെന്ന് അറിയാം. ഇനി ചാർജ് കണ്ടുപിടിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇതേ ഇങ്ങോട്ട് നോക്കിക്കോ. ചാർജ് നമ്മൾ +2 പഠിച്ചതാണ്. Al2SO4 thrice ചാർജ് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. സംശയം വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങ് ചെയ്യുക. 2x - 6 SO4 2- അല്ലേ ചാർജ്? 2 × 3 6. സോ 2x - 6 ഇതിൻ്റെ ഹോൾ ചാർജ് 0 ആയിരിക്കും അല്ലേ? 2x = 6, x = +3. ഇത് നമ്മൾ ചാർജ് കണ്ടുപിടിക്കുന്നത് കോംപ്ലക്സിൻ്റെ. ഇതൊക്കെ നമ്മൾ +2 പഠിച്ചതാണ്. അറിയില്ലെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി. ഇനി ഇത് അപ്ലൈ ചെയ്യുക. 3 ആണ് ചാർജ് ഇൻറ്റു എത്ര മെറ്റൽ അയോൺസ് ഉണ്ട്? 2. അപ്പോൾ 0.12 നോർമൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഹാർഡ്നെസ്സിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൂടെ? നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് CaCO3. അത് ചെയ്തപ്പോൾ 6 g/L കിട്ടി. ദെൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ ഇത് ചെയ്യാം, കുഴപ്പമില്ല. യൂണിറ്റ് ശ്രദ്ധിക്കുക, mg/L or ppm. 2 യൂണിറ്റ് കാണിച്ചാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്നെങ്കിലും കറക്റ്റായിട്ട് കാണിക്കണം മിനിമം. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ വരുന്നത്. റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 0.05 നോർമൽ AlCl3. AlCl3ൻ്റെ കേസിൽ തന്നെ നോർമാലിറ്റി തന്നു എന്ന് വിചാരിക്കുക. നോർമാലിറ്റി തന്നാൽ ഈസിയാണ്. എന്താണ്? ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ഈക്വലൻറ്റ് വെയിറ്റും 1000 ആയിട്ടും ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 0.05 × 50 × 1000 ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ 2500 mg/L കിട്ടും. ഓക്കെ, അത് സിമ്പിളാണ്. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതും സെയിം പാറ്റേൺ തന്നെ. ഇനി വരുന്നതൊക്കെ സെയിം റിപ്പീറ്റേഷനാണ്. 0.05 മോളാർ AlCl3. ഇവിടെ മൊളാരിറ്റി തന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൊളാരിറ്റി ആണ് തരുന്നതെങ്കിൽ നോർമാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ നോർമാലിറ്റി ഓഫ് AlCl3 ആദ്യം കണ്ടുപിടിക്കുക. മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ. പോരെ? നമ്പർ ഓഫ് മെറ്റൽ കൊണ്ട് ആവശ്യമുണ്ടോ ഇവിടെ? ഇല്ല, കാരണം ഒരു അലൂമിനിയം മെറ്റൽ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ 0.05 × 3 ചെയ്യുക. 0.15 നോർമൽ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാതെ നോർമാലിറ്റി ആണ്. പലർക്കും ഇവിടെ എത്തപ്പോൾ ഗ്രാം എന്നൊക്കെ എഴുതി പോകും. അതുകൊണ്ട് നോർമാലിറ്റി എന്നുള്ളത് ഇവിടെ എഴുതിയത് ശ്രദ്ധിച്ചിട്ട് ഇവിടെ നോർമാലിറ്റിൻ്റെ യൂണിറ്റ് കാണിക്കാം. ആൻഡ് ദെൻ ഹാർഡ്നെസ് കണ്ടുപിടിക്കുക. നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് CaCO3 ആൻഡ് ദാറ്റ് ഈസ് 0.15 × 50. ആൻഡ് അത് ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ 1000 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 7500 mg/L കിട്ടും. ഇത് നിങ്ങൾ കാണിക്കണം കേട്ടോ. എല്ലാ സ്റ്റെപ്പും കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡയറക്റ്റ് ഒറ്റയടിക്ക് ചെയ്യുന്നതിനേക്കാളും ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നെക്സ്റ്റ് പ്രോബ്ലം 0.05 മോളാർ Al2SO4 thrice. നമ്മളിതിൽ ഏതെങ്കിലും ഒരു 1-2 ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മൊളാരിറ്റി ആണെങ്കിൽ നേരെ നോർമാലിറ്റി കണ്ടുപിടിക്കുക ആദ്യം. നോർമാലിറ്റി ഓഫ് Al2SO4 thrice സൊല്യൂഷൻ മൊളാരിറ്റി ഇൻറ്റു ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ ഇൻറ്റു നമ്പർ ഓഫ് മെറ്റൽ അയോൺ. എന്തുകൊണ്ട് നമ്മളിവിടെ നമ്പർ ഓഫ് മെറ്റൽ അയോൺ യൂസ് ചെയ്തു? ഇവിടെ 2 മെറ്റൽ ഉള്ളത് കൊണ്ട് യൂസ് ചെയ്തു. അത് കണ്ടുപിടിച്ചു. അപ്പോൾ 0.3 നോർമൽ കിട്ടും. ഹാർഡ്നെസ് കണ്ടുപിടിക്കാമല്ലോ. നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് CaCO3 ചെയ്താൽ 15 കിട്ടും. 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ mg/L കിട്ടും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. നോർമാലിറ്റി തന്നാൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക? നോർമാലിറ്റീനെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ നോർമാലിറ്റി ഇൻറ്റു 50,000 എന്ന് ആലോചിച്ചാൽ മതി. ആൻഡ് ഹാർഡ്നെസ് ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് നോർമാലിറ്റി കണ്ടുപിടിക്കുക. നോർമാലിറ്റി കണ്ടുപിടിച്ചിട്ട് നമ്മൾ നോർമൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആൻഡ് നോർമാലിറ്റി കണ്ടുപിടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ബി കെയർഫുൾ. ഇവിടെ എന്ത് ശ്രദ്ധിക്കുക? തന്നിട്ടുള്ളത്
അലൂമിനിയം പോലെയുള്ളതാണോ ശ്രദ്ധിക്കുമ്പോൾ Mg ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതിൻ്റെ ചാർജ് വരുന്നത് 2+ ആണ്. നമുക്ക് മിക്കതും 2+ റേഞ്ചിൽ വരുന്നതായതുകൊണ്ട് നമുക്ക് ഇത്രയും ഈ ഒരു സ്റ്റേജുകളൊന്നും അധികം ഉണ്ടാവാറില്ല, ചാർജ് ഓഫ് പോസിറ്റീവ് അയോൺ മെറ്റൽ അയോൺ. അതുകൊണ്ട് അത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ട്. അതേപോലെ അലൂമിനത്തിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അലൂമിനത്തിൻ്റെ ചാർജ് ഡിഫറെൻ്റ് ആണ്. സോ അത് നിങ്ങൾ കൺസിഡർ ചെയ്യാം.